അഞ്ചുതെങ്ങിലെ ഷിജിന്റെ വീട്ടിൽ ഞങ്ങൾ പോയിരുന്നു. അവിടെ തന്നെയാണ് ശ്രീവൻ എന്ന ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ പോയിരുന്നു. ശ്രീവൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഷിജിൻ കാണാതായ ആളാണ്. വിഴിഞ്ഞത്തെ ജോൺ മാത്യാസിന്റെ വീട്ടിൽ ഞങ്ങൾ പോയിരുന്നു. കാണാതായ ആളാണ്. ഷിജിന്റെ വീട്ടിലെ ഭിത്തിയിൽ ഒരു കലണ്ടറുണ്ട്. ആ കലണ്ടറിൽ ഷിജിന്റെ ഭാര്യയുടെ കല്യാണ ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ മനസ്സിൽ നിന്ന് മായുന്നില്ല. ആ ഫോട്ടോയ്ക്ക് താഴെ ഇരുന്നുകൊണ്ട് ചോദിക്കുകയാണ് ഷിജിന്റെ ഭാര്യ, 2 കൊച്ചുമക്കളുമുണ്ട്, എൻ്റെ ഭർത്താവ് എവിടെയുണ്ട്? എൻ്റെ ഭർത്താവിനെ എനിക്ക് വേണമെന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് കരയുന്ന ഒരു ചെറുപ്പക്കാരിയായ ഭാര്യയോട്, 2 കുഞ്ഞുങ്ങളുടെ അമ്മയോട് ഒരു നേതാവിനും ഒരു മന്ത്രിക്കും ഒരു സംവിധാനത്തിനും എന്തെങ്കിലും പറഞ്ഞൊഴിഞ്ഞു പോകാൻ അവകാശമില്ല. അതൊക്കെ മനസ്സിലാക്കാൻ മനസാക്ഷി വേണം, മനുഷ്യത്വം വേണം. ഞങ്ങൾ പിന്നെ അവസാനം പോയത് കല്ലിയൂരെ രാജേഷിൻ്റെ വീട്ടിലാണ്. കൂടെ പോയ ആളിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലികഴിച്ച രാജേഷ്. ഓരോ വീട്ടിലെയും കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, അതെല്ലാം ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അവിടെയൊക്കെ പോകണം മുഖ്യമന്ത്രി, മന്ത്രിമാർ, അതെല്ലാം കാണണം. കാണുമ്പോൾ കുറെ പാഠങ്ങൾ പഠിക്കും. അറിയാതെ ശുദ്ധീകരിക്കപ്പെടും. അധികാരം, പദവി, ഹെലികോപ്റ്റർ പദവി, ഹെലികോപ്റ്റർ യാത്ര, ഭാര്യാബന്ധു, ഇൻവെസ്റ്റർ, അതൊക്കെയാണ് മുഖ്യമന്ത്രി ചിന്തിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ പൊള്ളത്തിനെ ബോധ്യപ്പെടും. അപ്പോൾ ഇതിനെല്ലാം കാണുമ്പോൾ ഹെലികോപ്റ്റർ വേണ്ട ഇവിടെയൊക്കെ. ഇപ്പം ഇവിടെ എല്ലാമാണ് പറപ്പിക്കേണ്ടത്. ഹെലികോപ്റ്റർ വേണം, പറക്കണം, പാവങ്ങളെ കാണാൻ വേണ്ടി പോകണം. എവിടെയൊക്കെ പോകണം, അവിടെയൊക്കെ പോകണം. അവരെ ചികിത്സിക്കാൻ, ആശുപത്രി കൊണ്ടുപോകാൻ എല്ലാം ഉപയോഗിക്കണം. അല്ലാതെ ആരാണെന്ന് ഇപ്പോഴും അറിയില്ല ഇൻവെസ്റ്റർ. ആരാ ഇൻവെസ്റ്റർ? ടോപ്പ് സീക്രട്സ്, വലിയ രഹസ്യമാണ് അത്രയും. പേര് വെളിപ്പെടുത്താൻ ഒരിക്കലും കഴിയാത്ത ഏതോ ഇൻവെസ്റ്റർ. അതാരായിരിക്കും? അതിനുവേണ്ടി പറപ്പിക്കാം ഹെലികോപ്റ്റർ. ഞാൻ വീണ്ടും പറയുന്നത്, ഇത്തരം മനുഷ്യരെ കണ്ടാൽ, ഇങ്ങനെ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി എന്ന് പോലും അറിയാത്ത സാഹചര്യങ്ങളിലും ഹെലികോപ്റ്റർ പറപ്പിക്കുന്ന ആൾക്കാർക്ക് സ്വന്തം മനസ്സിലെ ഒരുപാട് ദുഷിപ്പുകൾ മാറ്റിയെടുക്കാൻ സഹായിക്കും. ഇത്തരം മനുഷ്യരെ കണ്ടാൽ, അവരുടെ കണ്ണീര് കണ്ടാൽ. അതുകൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം പങ്കിട്ടെടുത്തു. എല്ലാവർക്കും എല്ലായിടത്തും പോകാൻ പറ്റില്ലായിരിക്കും, പക്ഷെ പങ്കിട്ടെടുത്തുകൊണ്ട് ഇവരെല്ലാവരെയും കാണണം. ഓരോ കുടുംബങ്ങളിലും എത്തണം. സർക്കാർ അടിയന്തരമായിട്ടും അതിനു വേണ്ടി പ്രത്യേകമായൊരു ക്യാബിനറ്റ് യോഗം ചേർന്നാണെങ്കിൽ അങ്ങനെയും ചേർന്നുകൊണ്ട് ബൃഹത്തായ ഒരു രക്ഷാപദ്ധതിക്ക് രൂപം കൊടുക്കണം. ഇപ്പോൾ തന്നെ ലേറ്റായി ഒരുപാട്. പക്ഷേ ബെറ്റർ ടു ബി ലേറ്റ് ദാൻ നെവർ.